നമസ്തേ. നമ്മൾ പ്രവീൺ ഉത്തരാർദ്ധത്തിലുള്ള പ്രാചീൻ പദ്യ ചൈനിക അതിൽ മൂന്നാമത്തെ പാഠം തുളസീദാസിൻ്റെ പദങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തുളസീദാസിൻ്റെ ജീവനി. തുളസീദാസ് കെ പിതാ കാ നാം ആത്മരാം ദുബെ തഥാ മാതാ കാ നാം ഹുൽസീദ. തുളസീദാസിൻ്റെ അച്ഛൻ്റെ പേര് ആത്മരാം ദുബെ എന്നും അമ്മയുടെ പേര് ഹുൽസി എന്നുമായിരുന്നു. ജന്മ കെ തുരന്ത് ബാദ് മാം ഗുജർ ഗയി. ജനിച്ച ഉടനെ തന്നെ അമ്മ മരിച്ചുപോയി. മുനിയ നാമക് ദാസി സെ പലെ ഗയി. മുനിയ എന്നു പേരുള്ള ഒരു ദാസിയാണ് പിന്നീട് തുളസീദാസിനെ വളർത്തി വലുതാക്കിയത്. രത്നാവലി നാമക് കന്യാസെ ഷാദി ഹുയി. രത്നാവലി എന്നു പേരുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. ഉസി കെ ഫട്കാർ സെ യെ അനന്യ രാം ഭക്ത് ഹുയെ. അവരുടെ ആ ഒരു മോശമായ പെരുമാറ്റം, ചീത്തവിളിയും എല്ലാം കൊണ്ട് തന്നെ വളരെ വലിയ രാമഭക്തനായി തീരുകയായിരുന്നു തുളസീദാസ്. साहित्यिक परिचय. हिंदी साहित्य के भक्ति काल को स्वर्णकाल बनाने का श्रेय निसंदेह തുളസീദാസ് का है. ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലത്തിൽ സ്വർണകാലം എന്ന് അറിയപ്പെടാനുള്ള കീർത്തി സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് പറയാനായി കഴിയും. തുളസീദാസിനാണ് അത് ലഭിച്ചത്. हनुमान चालीसा में भूमि और सूरज की दूरी को बिना किसी यंत्र सहारे बताकर इन्होंने भक्ति की शक्ति दर्शाई है. ഹനുമാൻ ചാലീസയിൽ ഭൂമിയുടെയും സൂര്യൻ്റെയും ആ ദൂരത്തെക്കുറിച്ച് ഒരു യന്ത്രത്തിൻ്റെയും ആശ്രയമില്ലാതെ തന്നെ ഭക്തി മാർഗത്തിലൂടെ അതിനുള്ള വഴി എന്താണെന്നും അതിനുള്ള ശക്തി എന്താണെന്നും അദ്ദേഹം കാണിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രചനകളാണ് രാമചരിതമാനസ്, വിനയ് പത്രിക, കവിതാവലി, പാർവതി മംഗൾ, ജാനകി മംഗൾ. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ആദ്യത്തേത് ചിത്രകൂട് പ്രസംഗ്. രാമചരിതമാനസിലെ അയോധ്യാകാന്ഡിലുള്ളതാണ്. സഭാ സകുജ് ബസ് ഭരത് നിഹാരി, രാംബന്ധു ധരി, ധീരജു ഭാരി എന്ന് തുടങ്ങി ഹരി പ്രണാമു ബോലെ ഭരത് സുമിരി സി രഘുരാജു എന്നുവരെയുള്ളതിൻ്റെ വാക്യാണ്. സഭാമേം വ്യാപ്ത സങ്കോചിക്കോ ദേക്കർ രാംബന്ധു ഭരത്നെ ധൈര്യധാരൻ കിയ. സഭയിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സങ്കോചം കണ്ടുകൊണ്ട് രാമൻ്റെ സഹോദരനായ ഭരതൻ ധൈര്യത്തോടുകൂടി വളരെയധികം കാര്യങ്ങൾ പറയാനായി തുടങ്ങി. जिस प्रकार अगस्त्य मुनि को देखकर विंध्याचल सिर झुका लिया था उसी प्रकार अपने प्यार को अपना वश में कर लिया. എപ്രകാരമാണോ അഗസ്ത്യമുനിയെ കണ്ടുകൊണ്ട് വിദ്യാചലം തലകുലിച്ചത് അതുപോലെ തൻ്റെ ആ സ്നേഹനിധിയെ വശത്തിലാക്കാനായി പരിശ്രമിച്ചു. हिरण्याक्ष से पृथ्वी को बचाने के लिए विष्णु ने वराह का अवतार लिया. उसी प्रकार भरत की बुद्धि भी नया अवतार लिया. ഹിരണ്യാക്ഷൻ ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹിരണ്യാക്ഷനിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി വിഷ്ണു എങ്ങനെയാണോ വരാഹ അവതാരം എടുത്തത് അതുപോലെ തന്നെ ഭരതൻ ബുദ്ധിയുടെ ഒരു പുതിയ അവതാരം എടുത്തു. സബ്കോ പ്രണാം കർക്കെ ഹാത്ത് ജോഡെ രാംജി രാജഗുരു വസിഷ്ഠ ഔർ സാധു സമാജ് സേ വിനയ്ക്ക്. ആദ്യമായി തന്നെ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് രാമനെയും രാജഗുരുവായ വസിഷ്ഠനെയും സന്യാസി സമൂഹത്തെയെല്ലാം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. മേരെ ഇസ് അനുചിത് വ്യവഹാർക്ക് ക്ഷമാ കീജിയെ. അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു, എൻ്റെ ഈ മോശമായ പെരുമാറ്റത്തിൽ എല്ലാവരും ക്ഷമിക്കൂ. മേം അപ്നെ കോമൾ മുഹസെ കഠോർ വചൻ കരഹാഹും. എൻ്റെ കോമളമായ ഈ വായ കൊണ്ട് ഞാൻ കഠിനമായ വാക്കുകളാണ് പറയുന്നത്. ഭരത്നെ സരസ്വതി കാ സാദർ സ്മരൺ കിയ. സരസ്വതി ദേവിയെ വന്ദിച്ചു. സരസ്വതി ഉസ്കെ മാനസരോവർ രൂപി കമൽമേ ആയി. സരസ്വതി അദ്ദേഹത്തിൻ്റെ മുന്നിൽ മാനസരോവരമാകുന്ന താമരയിൽ വന്നു. ഭരത് ശ്രീരാം ഓർ സീതാ കാ സ്മരൺ കർക്കെ ബോൽനെ ലഗെ. ഭരതൻ ശ്രീരാമനെയും സീതയെയും ഓർമ്മിച്ചുകൊണ്ട് സംസാരിക്കുവാനായി തുടങ്ങി. പ്രഭു പിതു മാതു സുഹൃദ് ഗുരു സ്വാമി പൂജ്യ പരംഹിത് അന്തർ ജാമി. അതിൽ തുടങ്ങി ദൂഷൺ ഭേ ഭൂഷൺ സാരിസ് സുജസു ചാരു ചഹു ഓർ എന്നിവരേക്കുമുള്ള വരികളുടെ സാരാംശമാണ്. ഭരത് ശ്രീരാമചന്ദ്ര സെ കഹനെ ലഗെ. ഹേ പ്രഭു. ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറയാൻ തുടങ്ങി, ഹേ പ്രഭു, ആപ് ഹി മേരെ മാതാ പിതാ മിത്ര ഗുരു സ്വാമി തഥാ പരം ഹിതേഷി ഹേ. താങ്കൾ എല്ലാ രീതിയിലും എനിക്ക്
അമ്മയാണ്, അച്ഛനാണ്, കൂട്ടുകാരനാണ്, ഗുരുവാണ്, സ്വാമിയാണ്. കൂടാതെ വളരെയധികം ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. സരൾ ശീൽ കെ സാഗർ പ്രതിജ്ഞ പാലക് മഹാജ്ഞാനി ഹേ. സരളവും സ്വഭാവം കൊണ്ട് വളരെയധികം നല്ല കടലിനെ പോലെയുള്ളവനും പ്രതിജ്ഞ പാലിക്കുന്ന ഒരു മഹാനായ ജ്ഞാനിയാണ് താങ്കൾ. അവഗുണവും തഥാ പാപവും കോ ദൂർ കർണേ വാലേ ഹേ. അവഗുണങ്ങളെയും പാപങ്ങളെയും ദൂരീകരിക്കുന്നതാണ് താങ്കൾ. आप ही गोसाई है, आप और पिताजी के वचनों को उल्लंघन करके मैं यहाँ आया हूँ. ഞാൻ താങ്കളെയും അച്ഛൻ്റെയും വാക്കുകളെ മറികടന്നുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. मैंने रामाज्ञा को टालकर दिखाई कि आपने मेरे दोष को भी आभूषण के समान स्वीकार किया. താങ്കൾ എൻ്റെ ഈ ദോഷത്തെ ഒരു ആഭരണം പോലെ സ്വീകരിച്ചു. അതഹ ആപ്ക യശ് ചാരോ മുർ നിരന്തർ ഫൈൽ രഹാ ഹെ. അതിനാൽ താങ്കളുടെ കീർത്തി നിരന്തരം 4 ഭാഗത്തും പരന്നുകൊണ്ടിരിക്കുന്നതാണ് കാണാനായി കഴിയുന്നത്. സോഗ് സനേഹി കി ഭാൽ സുഭായെ ആയം ലായി രജ യസു ഭായേം എന്ന് തുടങ്ങി ആയസു ദേവയ്യ ദേവ് അബ് സബയി സുതാരി മോര്യ അതുവരേക്കുമുള്ള വരികളുടെ സാരാംശം. ഭരത് ശ്രീരാമചന്ദ്ര സേ കഹനെ ലഗേ ഹേ പ്രഭു. ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറയാൻ തുടങ്ങി, ഹേ പ്രഭു, ശോകയാ സ്നേഹ സേ രാജാ കി ആജ്ഞ കൊന്ന മാൻകർ മേ യഹാ ആയാ ഹും. ദുഃഖത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ആ രാജാവിൻ്റെ ആജ്ഞയെ ഞാൻ അംഗീകരിക്കാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫിർ ബി ആപ്നെ സബ് പ്രകാർ സേ മേരി കൃപാക്കി. എല്ലാ രീതിയിലും താങ്കൾ എന്നോട് കൃപ കാണിച്ചു. സാരേ അംഗോം പർ ആപ്കി കൃപ ബരസി. എൻ്റെ എല്ലാ ശരീരഭാഗങ്ങളിലും താങ്കളുടെ കൃപാവർഷം ഉണ്ടായിത്തീർന്നു. മുജേ മാലും ഹേ കി ആപ്കെ മുജ് പർ അപാർ പ്രേം ഹേ. എനിക്കറിയാം താങ്കൾക്ക് എന്നോട് വളരെയധികം സ്നേഹമാണെന്ന്. ജനക് വശിഷ്ഠ വിശ്വാമിത്ര ആദി മഹാൻ പുരുഷോം കെ ദർശൻ പാക്കർ മേം ധന്യഹും. ജനകൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ എല്ലാ മഹാനായ പുരുഷന്മാരെയും കണ്ടതിൽ ഞാൻ വളരെയധികം ധന്യനാണ്. मैंने स्वामी तथा समाज का संकोच कर जो बातें कर दी उसे मेरे दुख मानकर मेरी क्षमा कीजिए. ഞാൻ താങ്കളോടും സമൂഹത്തോടും എന്ത് കാര്യങ്ങളാണോ ഇവിടെ പറഞ്ഞത് അത് ഞാൻ അനുഭവിക്കുന്ന ദുഃഖമാണെന്ന് കണക്കാക്കിക്കൊണ്ട് എന്നോട് ക്ഷമിച്ചാലും. അബ് മുജെ ആജ്ഞാ ദീജിയേക്ക് മുജെ ക്യാ കർണ ഹേ. എന്നോട് താങ്കൾ ആജ്ഞാപിക്കൂ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ആപ് ഹി ജോ കുച്ച് കഹേങ്കി വഹി മേ കരൂങ്ക. താങ്കൾ എന്തു പറഞ്ഞാലും അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന് ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു. ഭരത് സുഭാവു ന സുഖം നിഗമഹു ലഘുമതി ചാപലത കബി ചമഹു അത് തുടങ്ങി ഗുർ സമാജ് ലഘു ബന്ധു ഗുൻ കുസമയ ഹിതി കഹി ജാത് എന്നുവരേക്കുമുള്ളതിൻ്റെ സാരാംശം. ഭരത് का श्रीराम के प्रति व्यवहार देखकर संत तुलसीदास का मन गदगद हो जाता. ഭരതന് ശ്രീരാമനോടുള്ള ആ പെരുമാറ്റം കണ്ടുകൊണ്ട് തുളസീദാസ് വളരെയധികം സന്തോഷപ്പെട്ടു. വേ കഹത്തെ ഹേ കി ഉൻകി മധി കി ഗതി മന്ദ പട് ഗയി. ആ ബുദ്ധിയുടെ ഗതി കുറഞ്ഞുപോയി. ഭരത് കെ ഭ്രാതൃപ്രേം കോ ദേഖ് കർ വഹാം കെ സബ് ആവാക് രഹ് ഗയെ. ഭരതൻ്റെ ആ സാഹോദര്യ സ്നേഹം കണ്ടുകൊണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടിരുന്നു പോയി. ഭരത് കെ ഉന്നതം സ്വഭാവ് കാ വർണ്ണൻ കർണ കവി കെ ലിയെ കാഫി മുഷ്കിൽ ദ. ഭരതൻ്റെ ആ ഉയർന്ന സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കവിക്ക് വാക്കുകളില്ലായിരുന്നു. കവി കോ ലഗ്നെ ലഗാക്കി ഭരത് കെ സ്മരൺ കർണേ സെ സബ്കോ ശ്രീരാം തഥാ സീതാ കി കൃപ ആവശ്യമില്ലേകി. കവി പറയുന്നത് ഇപ്രകാരമായിരുന്നു, ഭരതനെ ഓർമ്മിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ശ്രീരാമൻ്റെയും സീതയുടെയും കൃപ തീർച്ചയായും ലഭിക്കും. ചകോ പക്ഷി ചന്ദ്രിക വർണ്ണൻ നഹി കർ സക്തി. ഒരു ചകോര പക്ഷിക്ക് ഒരിക്കലും ചന്ദ്രനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല. ഉസേ ദേഖ്തേ രഹ് ജാത്തെ ഉസി പ്രകാർ തുളസി ബി ഭരത് കെ പ്യാർ ദേഖ്തേ രഹ് ഗയി. എപ്രകാരമാണോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തുളസീദാസ് ഭരതൻ്റെ സ്നേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. ഉസി സമയ നീതി നിപുൺ സത്യ സ്നേഹശീൽ नीति और प्रीति के पालक श्री राम कहने लगे, हे भरत, तुम धर्मधीर हो, वेद और दुनिया दोनों के ज्ञाता हो. गुरुजनों की इस सभा में तुम्हारे गुणों का गण कैसे कर सकते हैं. ആ സമയത്ത് പറയുകയുണ്ടായി, ശ്രീരാം പറയാനായി തുടങ്ങി, ഭരത, നിന്റെ ആ ധർമ്മധീരതയും വേദങ്ങളും ഈ ലോകത്ത് എല്ലാ അറിവുകളും നീ നല്ല രീതിയിൽ തന്നെ എല്ലാത്തിൻ്റെയും അറിവുള്ളവനാണ്. ഗുരുജനങ്ങൾ ഈ സഭയിൽ നിന്റെ ഗുണഗാനങ്ങൾ എങ്ങനെയാണ് നിന്നെക്കുറിച്ച് അവർക്ക് പറയാനായി കഴിയുക എന്ന് ശ്രീരാമൻ ഭരതനോട് ചോദിച്ചു. ജനഹു താ തരുണി കുൽ രീതി സത്യബന്ധു പിതു കിരിതി പ്രീതി ഗുർ പ്രഭാവു പാലിഹി സബഹി ബൽ ഹോയിഹി
പരിണാം അതുവരെയുള്ളതിൻ്റെ സാരാംശമാണ്. ഭരതസെ ശ്രീരാമചന്ദ്ര कहने लगे, ഭരതനോട് ശ്രീരാമചന്ദ്രൻ പറയാൻ തുടങ്ങി, ഹേതാ തും സൂര്യകുൽ की रीति सत्य संग पिता की कीर्ति तथा रघुकुल की रीति के बारे में खूब जानते हो. നിനക്ക് സൂര്യകുലത്തിൻ്റെ നീതിയും സത്യസംഗ അത്രയും നല്ല സത്യവാനായിട്ടുള്ള അച്ഛൻ്റെ കീർത്തിയും രഘുകുലത്തിൻ്റെ രീതിയെക്കുറിച്ച് നിനക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ. സമയ് സമാജ് ഗുരു കില ജാതി സബ് കുച്ച് ജാനത്തെ ഹോ. സമയം, സമൂഹം, ഗുരുവിനുള്ള ആ മര്യാദ എല്ലാം നിനക്കറിയില്ലേ. മേം സബ് പ്രകാർ സെ തേരെ ഭരോസ കർത്താ ഹും. ഞാൻ എല്ലാ രീതിയിലും നിന്നെ വിശ്വസിക്കുന്നു. ഹമാരെ പിതാജിക്ക് അനുപസ്ഥിതി മേ ഗുരുവിനെ ഹി സബ് ബാത് സംഭാലി തി. അച്ഛൻ്റെ ആ ഇല്ലായ്മയിൽ ഇവിടെ ഗുരു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അസമയമേ സൂര്യ കാ അസ്ത് ഹോഗാ തോ ദുനിയ കാ ക്യാ ഹാൽ ഹോഗാ. ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും. राज्य का सब कार्यभार तथा पालन करने वाला ഗുരു പ്രസാദ് സേ ഹി കർ സക്താ ഹെ. രാജ്യത്തിൻ്റെ എല്ലാ കാര്യഭാരങ്ങളും കൂടാതെ ആ പാലിക്കുന്നതിന് വേണ്ടി ഗുരു എല്ലാ തന്നെ ചെയ്യാനായി കഴിയും. വന്മേം ഹമാര രക്ഷക് കേവൽ ഗുരു കൃപ ഹെ. വനത്തിൽ ഞങ്ങൾക്ക് രക്ഷകനായി കേവലം ഗുരുവിൻ്റെ കൃപ മാത്രമാണ് കൂടെയുള്ളത് എന്ന് ഭരതനോട് ശ്രീരാമൻ പറഞ്ഞു. സഹിദ് സമാജ് തുമാർ ഹമാര ഗർഭൻ ഗുർ പ്രസാദ് രഖ്വാര എന്ന് തുടങ്ങി തുളസി പ്രീതി കി രീതി സുനി സബഹി സരഹാഹി സോയി അതുവരെയുള്ളതിൻ്റെ സാരാംശമാണ്. ഭരതസെ ശ്രീരാം कहने लगे. ശ്രീരാമൻ ഭരതനോട് വീണ്ടും പറയുകയാണ്, ഹേതാത് രാജ്യ കാ സബ് കാര്യ തഥാ സമാജ് കാ ബാർ ഗുരു പ്രസാദ് സേ ഹി കർ സക്താ ഹെ. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിലെ എല്ലാ ഭാരങ്ങളും ഗുരുപ്രസാദത്തോടു കൂടി മാത്രമാണ് നടക്കുന്നത്. മാതാപിതാ ഗുരു ഓർ സ്വാമിക്ക് ആജ്ഞാ ഹെ ഭരത് രാജ്യക്കാരെ. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും സ്വാമിയുടെയും ആജ്ഞയുണ്ട്, അതുകൊണ്ട് ഭരതൻ രാജ്യം ഭരിക്കും. ഗുരു വസിഷ്ഠ ने भी दरबार में बार बार यही कहा है. ഗുരു വസിഷ്ഠൻ പല പ്രാവശ്യം ഈ കൊട്ടാരത്തിൽ വെച്ച് ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹം ഓർ തും അപ്നി ആജ്ഞ കാ പാലൻ കരെ. ഞാനും നീയും എല്ലാം നമ്മളുടെ ആജ്ഞ പാലിക്കുകയാണ്. യഹി ഹമാര കർത്തവ്യ ഹെ. അതാണ് നമ്മളുടെ കർത്തവ്യം. ഇസിമേം ഹമാരി ബലായി ഇതുകൊണ്ടാണ് നമ്മൾക്ക് നന്മയുണ്ടാകുന്നത്. ഭാരി സങ്കട് കോ സഹകർ പ്രജ ഓർ പരിവാർ കോ തും സുഖ പഹുഞ്ചാവോ. എല്ലാ സങ്കടത്തെയും സഹിച്ചുകൊണ്ട് പ്രജകൾക്കും കുടുംബത്തിനും നല്ലൊരു സുഖം നീ എത്തിക്കൂ. വിപത്തി സബി ഖോ ബാട്ടി ജാതി. നിന്റെ ആ വിപത്തുകൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കൂ. തുമേ അവധി ബർ ബഡി കഡ്നായി സഹനി ഹോഗി തും ബഹുത് കോമൾ ഹോ. നീ കോമളിനാണ്. ഫിർ ബി തുമേ സത്യ കോ ജാൻനാ ഹി ഹോഗ. ഈ സത്യം നീ മനസ്സിലാക്കണം. സേവക് കോ ഹാത്ത് പയർ ഓർ നേത്രോം കെ സമാൻ തഥാ സ്വാമി കോ സുഖ് സമാൻ ഹോന ചാഹിയെ. സേവകന് എപ്രകാരമാണോ കയ്യും കണ്ണും കാലും എല്ലാം തുല്യമായ രീതിയിൽ, അതേപോലെ തന്നെ സ്വാമി സുഖം പകർന്നു കൊടുക്കുന്നത് ഇസ്ലിയത്തും പ്രജാക്കി രക്ഷാക്കരോ. ആ രീതിയിൽ നീ പ്രജകളെ രക്ഷിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു കൊടുത്തു. സഭാ സകൽ സുനി രഘുബർ ബാണി പ്രേം പയോധി അമിയാം ജനു സാനി എന്ന് തുടങ്ങി അനേവു സബ് തീരത്ത് സലീൽ തേഹി കഹേ കാഹ് രജായി എന്നുവരെയുള്ള വരികളുടെ സാരാംശമാണ്. ഭരത് और ശ്രീരാം के अमृतमय शब्दों से सारी सभा प्रेम सागर रूपी अमृत में डूबने लगी. ഭരതൻ്റെയും ശ്രീരാമൻ്റെയും അമൃതമയമായ ആ വാക്കുകൾ മുഴുവൻ സഭയിലും ഒരു സ്നേഹക്കടലായി തന്നെ ആ സ്നേഹക്കടലിലുള്ള അമൃതിൽ മുങ്ങുന്നതുപോലെ തോന്നി. സാരാ സമാജ് പ്രേം സമാധി മേ ഡൂബ്നെ ലഗി. മുഴുവൻ സമൂഹവും സ്നേഹത്തിൻ്റെ സമാധിയിൽ മുങ്ങിത്തുടങ്ങി. സരസ്വതി ദേവി സ്വയം ചുപ്ചാപ് ഹോ ഗയി. സരസ്വതി ദേവി പോലും മിണ്ടാതെയിരുന്നു. ഭരത് ബഡേ പ്യാർ കെ സാത്ത് പ്രണാം കർ അപ്നാ കർ കൽ ജോഡ് കർ ബോൽനെ ലഗ. ഭരതൻ വളരെയധികം സ്നേഹത്തോടുകൂടി നമസ്കരിച്ചുകൊണ്ട് തൻ്റെ ആ കൈകളെ കൂപ്പിക്കൊണ്ട് പറയാനായി തുടങ്ങി. സംസാർ മേ ജന്മലേനേക്കാ ഫൽ മുജെ പ്രാപ്ത ഹുവ. ഈ ലോകത്ത് ജനിച്ചതിനുള്ള ഫലം എനിക്ക് ലഭിച്ചു. അബ് മേ ആപ്കി ആജ്ഞ കോ പൂർണ്ണ മനസ്സേ മാൻ ലൂങ്ക. താങ്കളുടെ ആജ്ഞ ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കാം. മേരി മദത് കീജി. എന്നെ സഹായിച്ചാലും. ആപ്കെ രാജ്യാഭിഷേക് കെ ലിയെ ഗുരുജി കെ कहने अनुसार सब तीर्थों का जल लाया हूँ. താങ്കളുടെ രാജ്യാഭിഷേകത്തിന് ഗുരുജിയുണ്ട്. ഗുരുജി പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലാ തീർത്ഥത്തിലെ ജലങ്ങളും കൊണ്ടുവരാം. ഉസ്കെ ലിയെ ആപ്കി യശ ആജ്ഞ ക്യാ ആജ്ഞ ഹി. അതിനു വേണ്ടി താങ്കളുടെ ആജ്ഞ എന്താണ് എന്ന് ചോദിച്ചു. പുർജൻ പരിജൻ പ്രജാ ഗോസായി സബ് സുജി സരസ് സനേഹു സഖായി. देश काल अवसर सरिस बोले रामू प्रवीण.
ഭരത് ശ്രീരാം സെ कहने लगे. ഭരതൻ ശ്രീരാമനോട് പറയാൻ തുടങ്ങി. ഹേ രാം, ഹേ ഗോസായി, പരിവാർ കെ മാത്ര നഹി ദുനിയാ കി സബ് പ്രജ ആപ്കെ സ്നേഹ സെ പവിത്ര ഹേ. കുടുംബത്തിലേത് മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ പ്രജകളും താങ്കളുടെ സ്നേഹം കൊണ്ട് പവിത്രമാണ്. ആപ്കി കൃപ കെ ലിയെ സംസാർ കാ സാരാ ദുഃഖ ഭോഗ്ന ഭി ഉത്തം കാം ഹേ. താങ്കളുടെ കൃപ കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും സഹിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആപ്കെ ബിന പരമാത്മാക്കി പ്രാപ്തി ബി വ്യർത്ഥ ഹേ. താങ്കളെ കൂടാതെ ഈശ്വര പ്രാപ്തി പോലും വെറുതെയാണ്. ആപ് തോ സബ്കാ രക്ഷക് ഹേ. താങ്കൾ എല്ലാവരെയും രക്ഷകനാണ്. 14 साल वन में रहकर भी ആ പ്രജ കവി രക്ഷ ജരൂർ കരയുക. 14 വർഷം വനത്തിൽ ഇരുന്നു കഴിഞ്ഞാലും താങ്കൾ പ്രജകൾക്ക് തീർച്ചയായും രക്ഷകനായി തീരും. മുജേ ഈസ് പർ പൂർണ്ണ വിശ്വാസം. എനിക്കതിൽ മുഴുവൻ രീതിയിലും വിശ്വാസമുണ്ട്. ആപ്കി ദയാലുദോ സബ്കോ മാലൂം ഹേ. താങ്കളുടെ ദയാലുത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇസ്ലിയെ ഇസ് ബാത് പർ മുജേ ചിന്ത യാ ശോക് ബിൽക്കുൽ നഹി ഹേ. അതിനാൽ ഈ കാര്യത്തിൽ എനിക്ക് ചിന്തിക്കാനോ ദുഃഖിക്കാനോ യാതൊരു ആവശ്യവും ഇല്ല. ആപ് മുझे ശിക്ഷ ദീജിയെ ഇസ്സേ മേരാ മൻ നിസ്സങ്കോച് രഹ ജാവേ. താങ്കൾ എന്നെ ശിക്ഷിച്ചാലും ഇതുകൊണ്ട് എൻ്റെ മനസ്സ് നിസ്സങ്കോചമായി തീരും. ഭരത് കി ഇസ് വിനയ ഭാവന ദേക്കർ ശ്രീരാം ഉസേ സമജാനെ ലഗി. ഭരതൻ്റെ ഈ വിനയഭാവന കണ്ടുകൊണ്ട് ശ്രീരാമൻ മനസ്സിലാക്കാനായി തുടങ്ങുകയും അവനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. രാജധരം സർബസു എതനോ ജിമി മന്മാർ മനോരഥ് ഗോയ് എന്ന് തുടങ്ങി ലോക് ഉച്ചാട്ടെ അമർപതി കുടിൽ കു അവസർ പാട് എന്നുവരെയുള്ള വരികളുടെ സാരാംശമാണ്. ശ്രീരാം ചിത്രകൂട് സെ ഭരത് കോ വിദാ കർത്തെ ഹുയെ രാജധർമ്മ പർ. ശ്രീരാമൻ ചിത്രകൂടത്തിൽ നിന്നും ഭരതനെ യാത്രയാക്കിക്കൊണ്ട് രാജധർമ്മത്തെയും രാജനീതി കാ സാരാ തത്വ സമജാത്തെ ഹേ. രാജനീതിയുടെയും മുഴുവൻ തത്വങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. മേരാ ഓർ തുമാരാ പരം പുരുഷാർത്ഥ പരം കർത്തവ്യ പിതാജിക്ക് ആജ്ഞ കാ പാലൻ കർണ ഹേ. എൻ്റെയും നിൻ്റെയും എല്ലാം പ്രധാന ജോലി എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടും ശരിയായ കർത്തവ്യവും പാലിച്ചുകൊണ്ട് അച്ഛൻ്റെ ആജ്ഞാകാരിയായി മകനായി തീരുക എന്നുള്ളതാണ്. ഗുരുജിക്ക് ആജ്ഞ മാൻകർ പ്രജ കി രക്ഷാകരോ. ഗുരുവിൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് പ്രജകളെ രക്ഷിക്കൂ. ഭാരത് കെ സ്നേഹ കെ ആനന്ദ് വിഭോർ ഹോക്കർ ശ്രീരാമിനെ ഉസ്കെ ശീഷ് ക സ്പർശിക്കുക. ഭരതൻ്റെ ആ സ്നേഹത്തിൽ സന്തോഷപ്പെട്ടുകൊണ്ട് ശ്രീരാമൻ അവൻ്റെ തലയിൽ കൈവച്ചു. ഉനെ അപ്നി പാതുക ഏന്തി. തൻ്റെ ആ കാലിലിടുന്ന പാതുകങ്ങൾ കൊടുത്തു. ഭരത് ने उन्हें अपने सिर पर रख कर लिया. തലയിൽ വെച്ച് കൊണ്ടുപോയി. ഉസ്കെ ആശിഷ് സെ രാജ്യ करने लगा. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി രാജ്യം ഭരിക്കാനായി തുടങ്ങുകയും നിശ്ചയിക്കർ ശ്രീരാമിനെ വിദാലേക്കർ അയോധ്യ ലൗട്ട്ഗയി. തീർച്ചയായും ശ്രീരാമനോട് യാത്രയും പറഞ്ഞുകൊണ്ട് അയോധ്യയിലേക്ക് ഭരതൻ മടങ്ങിപ്പോവുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.